കൊല്ലം ഇരവിപുരത്തെ സ്ഥാനാർത്ഥി നിർണയത്തിൽ UDF ഭിന്നത തുടരുന്നു. RSPയെ വെല്ലുവിളിച്ച കോൺഗ്രസ് നേതാക്കൾക്കെതിരെ അച്ചടക്ക നടപടിക്കൊരുങ്ങി കൊല്ലം DCC നേതൃത്വം. 3 കോൺഗ്രസ് ബ്ലോക്ക് ഭാരവാഹികൾക്കെതിരെ കാരണം കാണിക്കൽ നോട്ടീസ് നൽകി. RSPയ്ക്കുള്ളിലെ ചേരിതിരിഞ്ഞുള്ള തർക്കത്തിന് പിന്നാലെയാണ് കോൺഗ്രസിനുള്ളിലും ഇതിനെ ചൊല്ലി തർക്കമുണ്ടാകുന്നത്. ഇരവിപുരത്തെ RSP സ്ഥാനാർത്ഥിക്ക് വിജയസാധ്യതയില്ലെന്ന് കോൺഗ്രസ് നേതാക്കൾ പ്രതിപക്ഷ നേതാവിന് പരാതി നൽകിയിരുന്നു. പരാതിയിലും പരസ്യ പ്രസ്താവനയിലുമാണ് DCC പ്രസിഡന്റിന്റെ നടപടി. ബ്ലോക്ക് പ്രസിഡന്റുമാരായ M നാസർ, പാലത്തറ രാജീവ്, പഞ്ചായത്ത് പ്രസിഡന്റ് മുഹമ്മദ് റാഫി എന്നിവർക്കാണ് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയത്. സംഭവത്തിൽ തുടർ നടപടിയുമുണ്ടാകും. RSPക്ക് അലോട്ട് ചെയ്യുന്ന സീറ്റിൽ സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കാനുള്ള പ്രിവിലേജ് RSPയുടേതാണ് എന്നാണ് കോൺഗ്രസിന്റെ നിലപാട്. KPCCയുടെ നിലപാടാണ്, DCCയുടെ നിലപാടാണ്, പ്രതിപക്ഷ നേതാവിന്റെ നിലപാടുമാണ്. ഞങ്ങളുടെ പ്രാദേശിക നേതാക്കൾ ഇതിന് വിപരീതമായ ചില അഭിപ്രായ പ്രകടനങ്ങൾ പരസ്യമായി നടത്തിയിട്ടുണ്ട്. ആ അഭിപ്രായ പ്രകടനങ്ങൾ പരസ്യമായി നടത്തിയത് ശരിയല്ല. DC പ്രസിഡന്റ് എന്നുള്ളതിൽ ഞാനത് യുക്തമായ നടപടി KPCCയുടെ നിർദ്ദേശാനുസരണം ചെയ്യുന്നു. അത് ശരിയല്ല എന്ന് ഞങ്ങളുടെ പാർട്ടി പ്രവർത്തകരെ ഇന്നലത്തേത് കൊണ്ടുകൂടി ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ഇനി അങ്ങനെ ആവർത്തനം ഉണ്ടാകില്ല എന്ന് ആണ് എൻ്റെ ധാരണ. ഷിബു ബേബി ജോൺ പക്ഷവും പ്രേമചന്ദ്രൻ പക്ഷവും തമ്മിലുണ്ടായ തർക്കത്തിനൊടുവിലാണ് ഒരു സമവായ സ്ഥാനാർത്ഥിയിലേക്ക് RSPയുടെ ചർച്ച എത്തുന്നത്. RYF സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് വിഷ്ണുമോഹനെ പരിഗണിച്ചാൽ വിജയസാധ്യത ഇല്ല എന്നതാണ് കോൺഗ്രസിലെ ഒരു പക്ഷത്തിന്റെ നിലപാട്. എന്നാൽ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുവാനുള്ള സ്വാതന്ത്ര്യം RSPയ്ക്കാണെന്നും വെല്ലുവിളിക്കുന്നവർക്കെതിരെ നടപടിയുണ്ടാകുമെന്നുമാണ് DCC നേതൃത്വം വ്യക്തമാക്കുന്നത്. ജനം, കൊല്ലം.